പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ എവിടെയും ഒരു പ്രവാചകൻ്റെ 2 മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളെക്കുറിച്ച് നാം കാണുന്നില്ല. ആ മഹാസൗഭാഗ്യം സിദ്ധിച്ച, അതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പ്രിയപ്പെട്ട മക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച റുഖിയ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും ഈ 2 മക്കളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തു നൽകിയ ആ മഹാനരായ ദുന്നൂറൈൻ എന്ന് ഇസ്ലാമിക ലോകം ആനന്ദത്തോടെ വിളിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രം നമുക്ക് കേൾക്കാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ മക്കയിലെ വളരെയധികം ആദരവോടുകൂടെ ജനങ്ങൾ കണ്ടിരുന്ന, വലിയ മതിപ്പോടുകൂടെ ജനങ്ങൾ സമീപിച്ചിരുന്ന വ്യക്തികളിൽപ്പെട്ട പ്രധാനിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വലിയ സമ്പത്തും അളവറ്റ അനുഗ്രഹവും ലഭിച്ച ഒരു വ്യക്തി. അതോടൊപ്പം വലിയ ലജ്ജാശീലവും വളരെയധികം വിനയാന്വിതനുമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ജാഹിലിയ്യ കാലഘട്ടത്തിലും സമൂഹത്തിലെ എല്ലാവരും വളരെയധികം സ്നേഹിച്ചിരുന്നു. എത്രത്തോളം അവർ സ്നേഹിച്ചിരുന്നു എന്ന് വച്ചാൽ, മക്കളെ ഉറക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ ഉമ്മമാർ പാട്ട് പോലും പാടാറുണ്ടായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ചേർത്തുകൊണ്ട്. കാരുണ്യവാനാണേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഖുറൈശികൾക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോടുള്ള സ്നേഹമാണ് നിന്നോട് ഞങ്ങൾക്ക് എന്ന് അവർ പാട്ടുപാടി താരാട്ടുപാടി കുട്ടികളെ ഉറക്കാറുണ്ടായിരുന്നു. മക്കയിൽ ശുദ്ധമായ ഇസ്ലാമിൻ്റെ വെളിച്ചം കടന്നു വന്നപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചരിത്രം കൂടെ ചേർത്ത് പറയാനുണ്ട്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ റുഖിയ ബീവിയെ പിതൃവ്യ പുത്രനായ ഉത്ബത്ത് ബിനു അബീ ലഹബിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ വാർത്ത കേട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർക്ക് വലിയ വിഷമമുണ്ടായി. കാരണം സമൂഹത്തിൽ ഇത്രമാത്രം മാന്യമായ, എല്ലാവരും സത്യസന്ധൻ എന്ന് വിളിക്കുന്ന ആ മഹത് വ്യക്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ തനിക്ക് ഉത്ബയേക്കാൾ സാധിച്ചില്ലല്ലോ, ഉത്ബയാണല്ലോ തന്നെ അതിൽ മുൻകടന്നത് എന്നൊരു ചിന്ത ഉസ്മാൻ തങ്ങളെ പിടികൂടിയിരുന്നു. കുലീനരും ഉന്നത സ്ഥാനീയരും വളരെ നല്ല സൽ സ്വഭാവങ്ങൾക്കുടമകളുമായ മാതാപിതാക്കളുടെ മകളെ സഹധർമ്മിണിയായി കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അത്. ആ വാർത്ത കേട്ട് സങ്കടത്തോടെയാണ് ഉസ്മാൻ തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നത്. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃ സഹോദരി സുഅദ ബിൻത്ത് ഖുറൈസും ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിസാമർത്ഥ്യവും നിശ്ചയദാർഢ്യവും പലതരത്തിലുള്ള സ്ഥാനവും ഉള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അവരുടെ വാക്കുകേട്ടാണ് ഉസ്മാൻ തങ്ങൾക്ക് സമാധാനമാകുന്നത്. വിഗ്രഹങ്ങളുടെ ആരാധന അസ്ഥാനത്താണ്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ വാർത്തയാണ് സുഅദ എന്ന മാതൃ സഹോദരി ഉസ്മാൻ തങ്ങളെ അറിയിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകളോട് മാനസികമായ താല്പര്യമില്ലാതിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഈ പുതിയ നന്മയുടെ ഒരു പ്രവാചകർ വന്നിരിക്കുന്നു എന്ന വാർത്ത, ആഗ്രഹിച്ച ആ നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം, ആ സങ്കടത്തെപ്പോലും മറികടക്കുന്ന രീതിയിലായിരുന്നു പുതിയ പ്രവാചകരെത്തിയിരിക്കുന്നു, താൻ അന്വേഷിച്ച് കാത്തിരുന്ന ആ നല്ല ഒരു പുതിയ ഒരു പ്രഭാതം, വെളിച്ചത്തിൻ്റെ പ്രഭാതം തന്നിലേക്ക് അണഞ്ഞിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ആയിത്തീരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ മാതൃ സഹോദരി സുഅദ പറഞ്ഞ ആ കാര്യം അത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ പുറത്തേക്കിറങ്ങി വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിനെ ഞാൻ കണ്ടു. എൻ്റെ മാതൃ സഹോദരി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: അല്ലാഹുവാണേ, താങ്കളുടെ മാതൃ സഹോദരി താങ്കളെ അറിയിച്ചത് അത്രയും സത്യമാണ്. വളരെ നല്ല സന്തോഷ വാർത്തയാണ് താങ്കളെ അവർ അറിയിച്ചിരിക്കുന്നത്. താങ്കൾ ബുദ്ധിയും വിവേകവുമുള്ള, സത്യവും അസത്യവും നന്മയും തിന്മയും വേർതിരിക്കാൻ പ്രത്യേകമായ ബുദ്ധികൂർമ്മതയും ഉള്ള ആളായതുകൊണ്ട് താങ്കൾക്ക് വേഗം എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. വിലയിരുത്തി കാര്യങ്ങൾ വേർതിരിച്ച് സത്യം മനസ്സിലാക്കാൻ താങ്കൾക്ക് സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ എന്താണ്? അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ശരിയാണ്, അതൊക്കെ ബുദ്ധിശൂന്യതയാണ് എന്നർത്ഥത്തിൽ. തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ, താങ്കളുടെ മാതൃ സഹോദരി പറഞ്ഞ ആ കാര്യം സംഭവിച്ചിട്ടുണ്ട്.
തെറ്റിലലയുന്ന മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അള്ളാഹു തന്നെ അവൻ്റെ പ്രവാചകരെ നമ്മിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ജനങ്ങളെ മുഴുവനും നന്മയിലേക്ക് എത്തിക്കുവാനാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ആരാണ് ഇങ്ങനെ അയക്കപ്പെട്ടിരിക്കുന്ന ആ പ്രവാചകർ? അപ്പോൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ലാഹിയുടെ മകനായ മുഹമ്മദ് എന്നവരാണ് ആ പ്രവാചകർ. ഉസ്മാൻ റളിയല്ലാഹു ഉടനെ ചോദിച്ചു, സത്യസന്ധനും വിശ്വസ്തനുമായി എല്ലാവരും അംഗീകരിക്കുന്ന ആ വ്യക്തിയെയാണോ പ്രവാചകരാക്കിയത്? സിദ്ദീഖ് റളിയല്ലാഹു സന്തോഷത്തോടെ പറഞ്ഞു, അതെ, ആ വ്യക്തി തന്നെയാണ്. ഉടനെ ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ആവേശപൂർവ്വം, എന്നാൽ താങ്കൾ എൻ്റെ കൂടെ ആ പ്രവാചകരുടെ അടുത്തേക്ക് ഒന്ന് വരാമോ? സിദ്ദീഖ് റളിയല്ലാഹു സന്തോഷം കൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം. അങ്ങനെ അവർ രണ്ടുപേരും, സിദ്ദീഖ് റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് പോവുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലെത്തി ഉസ്മാൻ തങ്ങളെ കണ്ട ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രബോധകന് ഉത്തരം ചെയ്യുക. നിശ്ചയമായും ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകമായും എല്ലാ സൃഷ്ടിജാലങ്ങളിലേക്കും പൊതുവായും നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകരാണ്. ആ രംഗം ഉസ്മാൻ റളിയല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സത്യമായിട്ടും ഞാൻ കണ്ണിറയെ ആ മഹാപ്രവാചകരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേട്ട് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു പ്രത്യേക മതിപ്പ് അവരിലുണ്ടായി. ഒരു പ്രത്യേക ഇഷ്ടം തോന്നി ആ മഹാപ്രഭാവത്തോട്. സമയം ഒട്ടും കടന്നുപോയില്ല. ഉറക്കെ പ്രഖ്യാപിച്ചു, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സൽപാന്താവിലേക്ക് പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം കുടുംബമായ ബനൂ ഹാഷിമിൽ നിന്ന് ആരും അതുവരെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അബൂലഹബ് അല്ലാതെ മറ്റാരും പരസ്യമായി ഹബീബിനെ എതിർത്തിട്ടുമുണ്ടായിരുന്നില്ല. ഖുറൈശികളുടെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വെറുപ്പോടെ, ഏറ്റവും ദേഷ്യത്തോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തത് അബൂലഹബും ഭാര്യ ഉമ്മു ജമീലുമായിരുന്നു. അതിനോടുള്ള പ്രതികരണം സൂറത്ത് മസദ്, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് തുടങ്ങുന്ന ആ 5 ആയത്തുകൾ അതിനോടുള്ള റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ പ്രതികരണമായിരുന്നു. എൻ്റെ ഹബീബിനെ എതിർക്കുന്നവരോട് ഞാൻ തന്നെ മറുപടി പറയും എന്ന ആ മഹാസ്നേഹത്തിൻ്റെ പ്രയാണം. അള്ളാഹു പറഞ്ഞു, അബൂലഹബിൻ്റെ കൈകൾ നശിച്ചിരിക്കുന്നു, അബൂലഹബിന് തന്നെയും നാശമണഞ്ഞിരിക്കുന്നു. അവൻ്റെ ധനമോ സമ്പാദിച്ചു വെച്ച ഒരു കാര്യവും അവന് ഉപകാരപ്പെട്ടില്ല. തീജ്വാലകളാലുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരുകളെ കൊണ്ടുള്ള ഒരു കയറും ഉണ്ടാകും. അത്രമാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കാരുണ്യവാനായ റബ്ബ് തന്നെ എൻ്റെ സ്നേഹനിധിക്ക് വേണ്ടി അവിടെ ഇടപെടുകയായിരുന്നു. ഇത്രയും ആയതോടുകൂടെ ആ വെറുപ്പ് അബൂലഹബിനും ഭാര്യ ഉമ്മു ജമീലിനും അതിശക്തമായി വർദ്ധിക്കുകയാണുണ്ടായത്. അവർ മറ്റു പലരെയും കൂട്ടി പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാനും മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ എതിർക്കുവാനും പലതരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുവാനും ആരംഭിച്ചു. വളരെ പ്രധാനമായും അവരുടെ ഭാഗത്ത് ഉണ്ടായ ഒരു നീക്കം, അബൂലഹബിൻ്റെ മകനായ ഉത്ബത്ത് കല്യാണം കഴിച്ചിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ റുഖിയ്യ ബീവിയെ വിവാഹമോചനം നടത്താൻ വേണ്ടി മകനോട് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ നടത്തുക വഴി പ്രവാചകർ വല്ലാത്ത ഒരു സങ്കടത്തിലേക്ക് പതിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പറഞ്ഞതുപോലെ മകൻ തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കി. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പേരിൽ ഒട്ടും വിഷമിച്ചില്ല. കാരണം ദീനിലേക്ക് വരാത്ത ഒരാളുടെ കൂടെ ഭാര്യയായി തൻ്റെ മകൾ കഴിയുന്നത് അവിടത്തേക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഈ വാർത്തയറിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വേഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്കെത്തി, അങ്ങയുടെ പ്രിയപ്പെട്ട മകൾ റുഖിയ്യ ബീവിയെ അങ്ങേക്ക് പൊരുത്തമാണെങ്കിൽ പാവപ്പെട്ട എനിക്ക് കല്യാണം കഴിച്ച് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അവിടത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ബിൻത്ത് ഖുവൈലിദ് മഹദി അവർകൾ അണിയിച്ചൊരുക്കിയൊരു മണവാട്ടിയാക്കി പ്രിയപ്പെട്ട പുന്നാരമകൾ റുഖിയ്യ മോളെ റളിയല്ലാഹു അൻഹ ഉസ്മാനോരുടെ വീട്ടിലേക്ക്, അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചാനയിച്ച് കൊണ്ടുപോയി ആക്കി കൊടുത്തു. സുന്ദരമായ നിമിഷങ്ങൾ. ആകാര സൗഷ്ഠവവും അതീവ സൗന്ദര്യവുമുള്ള വ്യക്തിയായിരുന്നു സമൂഹത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എല്ലാ യോഗ്യതകളുമുള്ള, വിനയവും ലജ്ജാശീലവും എല്ലാം ചേർന്ന സൽഗുണങ്ങൾ ധാരാളം സമ്മേളിച്ച ഒരു മഹത് വ്യക്തി.
ആ വ്യക്തിക്ക് എന്തുകൊണ്ടും ചേരുന്ന വലിയ ഗുണങ്ങളുള്ള ഒരു മഹദി കൂടെയായിരുന്നു റുഖിയ ബീവി. മക്കക്കാർ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർ കണ്ട ഇണകളിൽ ഏറ്റവും നല്ലവർ ഉസ്മാനും പ്രിയപ്പെട്ട റുഖിയയുമാണ് എന്ന്. അത്രമാത്രം ചേർച്ചയും ഇഷ്ടവുമായിരുന്നു അവർ തമ്മിൽ. സമ്പന്നനും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുമായിരുന്നിട്ടും എതിർപ്പുകൾക്കും ആക്രമണങ്ങൾക്കും ഉസ്മാനോർക്ക് ഒരു കുറവും നേരിട്ടില്ല. അത്രമാത്രം ആക്രമണങ്ങളും ബഹിഷ്കരണങ്ങളും അവർ നേരിടേണ്ടി വന്നു. കാരണം അവരുടെ സമൂഹത്തിൽ നിന്ന്, ബനു അബ്ദുശംസ് എന്ന ഗോത്രത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറപിതാക്കളെ മുഴുവനും, പൂർവ്വപിതാക്കളെ ദൈവങ്ങളെ മുഴുവനും തള്ളിപ്പറഞ്ഞ് ഒരു പുതിയ ആശയം സ്വീകരിക്കുക എന്നത് ആ ഗോത്രക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യമായിരുന്നു. ബനു അബ്ദുശംസ് ഗോത്രത്തിലെ പ്രധാനിയായിരുന്ന ഉസ്മാൻ തങ്ങളുടെ പിതൃവ്യൻ അൽ ഹക്കം വളരെയധികം ദേഷ്യത്തോടെ, ക്രോധത്തോടുകൂടെയാണ് പെരുമാറിയത്. അയാളും കൂട്ടരും ഉസ്മാനോരെ ബന്ദിയാക്കി ഇങ്ങനെ ചോദിക്കുക പോലും ചെയ്തു, നീ നിന്റെ പിതാക്കന്മാരുടെയും പൂർവികരുടെയും എല്ലാം മതം ഉപേക്ഷിച്ചൊരു പുതിയ മതത്തിലേക്ക് ചേക്കേറുകയാണോ? തീർച്ചയായും നീ അതിൽ നിന്ന് പിന്മാറുന്നതുവരെ നിന്നെ ഞങ്ങൾ വിട്ടയക്കില്ല. ഉറച്ച ശബ്ദത്തോടെ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ മതത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ജീവനുള്ള കാലത്തോളം എൻ്റെ ഹബീബിനെ ഞാൻ ഒരിക്കലും പിരിയുകയും ഇല്ല. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ ആ പിതൃവ്യൻ അൽ ഹക്കമിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഒരുപാട് പീഡനങ്ങൾ, ആക്രമണങ്ങൾ എല്ലാം ഏൽപ്പിച്ചു നോക്കിയെങ്കിലും ഒന്നിനും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വിശ്വാസത്തെ ഒരിഞ്ച് പോലും താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പല ശ്രമങ്ങളും പലരും ചെയ്തു നോക്കിയെങ്കിലും ഉറച്ച പാറ പോലെ നിന്നുകൊണ്ട് ഉസ്മാനോര് അഹദിയത്തിൻ്റെ, വഹ്ദാനിയത്തിൻ്റെ, മഹബ്ബത്തിൻ്റെ ആ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഇനി ഉസ്മാനരെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിതൃവ്യൻ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നത്. എന്നാൽ ശത്രുക്കൾ വീണ്ടും തുടർന്നും ഒരുപാട് ആക്രമണങ്ങളും എതിർപ്പുകളുമായി ഉസ്മാനരുടെ നേരെ വരികയുണ്ടായി. അതിശക്തമായ എതിർപ്പുകൾ ശക്തമായി തന്നെ തുടർന്നപ്പോൾ അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്ന സംഘത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട പത്നി റുഖിയ ബീവി റളിയല്ലാഹു അൻഹയും ചേർന്നു. അവരെ രണ്ടുപേരെയും എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് യാത്രയാക്കിക്കൊണ്ട് സ്നേഹനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഉസ്മാനും പ്രിയപ്പെട്ട പത്നി റുഖിയക്കും അള്ളാഹുവിൻ്റെ കൂട്ടുണ്ടാവട്ടെ. ഉസ്മാനും പ്രിയപ്പെട്ട പത്നിക്കും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ. നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലൂത്തിന് ശേഷം കുടുംബസമേതം പലായനം ചെയ്യുന്ന ആദ്യ വ്യക്തി ഉസ്മാനാകുന്നു. എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് മറ്റ് മുസ്ലിമീങ്ങളോടൊപ്പം അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു റുഖിയ ബീവിക്കും പക്ഷേ കൂടുതൽ കാലം അവിടെ തങ്ങാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ട മക്കയും പ്രിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം കുറേ ദൂരെയാണ് എന്ന ആ ചിന്ത, മക്കയിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്ന ചിന്ത അവരിൽ വലുതാക്കിയെടുത്തു. കൂടുതൽ വൈകാതെ ഈ ഇരുവരും മക്കയിലേക്ക് മടങ്ങി. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം എല്ലാ മുസ്ലിമീങ്ങളും മദീനയിലേക്ക് പലായനം ചെയ്യുന്നതുവരെ അവർ മക്കയിൽ തന്നെ ഹബീബിനോട് ചേർന്ന് ആ ജീവിതം തുടരുകയാണ് ചെയ്തത്. ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ബദറിലേക്ക് പോകാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരുങ്ങിയതായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ഭാര്യ റുഖിയ രോഗം അധികമായി മരണാസന്നയായ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവരെ നോക്കാൻ വേണ്ടി അവിടെ കൂടെ നിൽക്കുകയായിരുന്നു. ഉസ്മാനരുടെ മനസ്സ് മുഴുവനും യുദ്ധഭൂമിയിൽ തന്നെയായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും പ്രിയപ്പെട്ട പുന്നാര ഹബീബിൻ്റെ പൂമകൾ റുഖിയ ബീവി അള്ളാഹുവിലേക്ക് യാത്രയായിരുന്നു. നേരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൻ്റെ സന്തോഷവേളകൾക്കിടയിലും നേരെ ചെന്നത് പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുന റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിൻ്റെ അരികിലേക്കാണ്. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ മുഴുവനും സന്തോഷിക്കുമ്പോഴും ആ പിതാവ് പൊന്നുമകളുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് അള്ളാഹുവിനോട് ദ്വാരക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സങ്കടത്തിലാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവുക എന്ന വലിയ ഭാഗ്യം കിട്ടി. ആ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെടുന്നത്. ആ സ്ഥാനം തനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. അവരെ പ്രത്യേകം ആശ്വസിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ശ്രമിച്ചു. അവസാനം തൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു മകളെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാനർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം പ്രിയപ്പെട്ടിരുന്നു, അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു
ഉസ്മാനരെ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അങ്ങനെ ആ സന്തോഷകരമായി ആ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളുടെ ഭർത്താവായതുകൊണ്ട് ദുന്നൂറൈൻ എന്ന പേര് അവർക്ക് ചരിത്രം കൊടുക്കുന്നത്. ലോക ചരിത്രത്തിൽ, അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ എവിടെയും ഒരു നബിയുടെ 2 പെൺകുട്ടികളുടെ ഭർത്താവാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരാളുമില്ല. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സാമ്പത്തികമായും സൗകര്യപരമായും എന്ത് വേണമെങ്കിലും നൽകാൻ മുൻപന്തിയിൽ ഉസ്മാനരുണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ സാമ്പത്തിക സഹായം കൊണ്ട്, ശരീരം കൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും സേവന തൽപരനായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ സറസിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി, സാമ്പത്തികമായി എന്താഗ്രഹത്തിന് വേണ്ടി, എന്തൊരു പ്രവർത്തനങ്ങൾക്ക് സഹായത്തിന് വേണ്ടി ഹബീബ് ഒന്ന് അവിടുത്തെ നാവ് ചലിപ്പിക്കേണ്ട നിമിഷം ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങേക്ക് എത്ര വേണമെങ്കിലും, എന്ത് വേണമെങ്കിലും എടുക്കാം തങ്ങളെ എന്ന് പറയുന്ന ആ വല്ലാത്തൊരു മനസ്സ് മുസ്ലിമീങ്ങൾക്ക് എന്നും ഒരു സഹായമായിരുന്നു. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു തബൂക്ക് യുദ്ധം. ദീർഘമായ യാത്ര നടത്തി വലിയ ആൾബലവും സൈനിക സംവിധാനങ്ങളും ഭക്ഷണവും എല്ലാം വേണ്ട വലിയൊരു സമ്പത്ത് തന്നെ ആവശ്യമായിരുന്നു തബൂക്ക് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. പക്ഷെ ഒന്നും കയ്യിൽ ഇല്ലായിരുന്നു. അതിദീർഘമായ യാത്ര ചെയ്ത് റോമക്കാരെ അവരുടെ മണ്ണിലെത്തി അവിടെ നിന്ന് അവരെ നേരിടണം. എല്ലാം കൊണ്ടും സമ്പന്നരായ റോമക്കാർ ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മുസ്ലിമീങ്ങളെ മുഴുവനും പള്ളിയിൽ വിളിച്ചുകൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു: അറേബ്യൻ ഉപദ്വീപ് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം അതിശക്തമായ വെള്ള ദൗർലഭ്യവും ഭക്ഷണക്ഷാമവും കൃഷിനാശങ്ങളും എല്ലാം നേരിടുന്ന ഒരു സമയവും ആയിരുന്നു അത്. അതിദീർഘമായ യാത്രക്കാവശ്യമായ സമ്പത്തും അതുപോലെ വാഹനങ്ങളും എല്ലാം ഭക്ഷണ വിഭവങ്ങളും എല്ലാം കുറവായിരുന്നു ആ ഘട്ടത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിന് ആവശ്യമായ, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകാൻ തയ്യാറാകുന്നവർക്കുള്ള അളവറ്റ പ്രതിഫലത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സംസാരിച്ചപ്പോൾ ഉടനെ ആ സദസ്സിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, എൻ്റെ അടുക്കൽ 100 ഒട്ടകങ്ങളും അതിനാവശ്യമായ ജീനികളും യാത്രാ സാമഗ്രികളും എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. സന്തോഷത്തോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗപീഠത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴേക്കിറങ്ങിക്കൊണ്ട് വീണ്ടും ജനങ്ങളെ സമ്പത്ത് നൽകുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ രണ്ടാമതും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, എൻ്റെ അടുക്കൽ മറ്റൊരു 100 ഒട്ടകങ്ങളും ജീനികളും യുദ്ധത്തിന് യാത്ര ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൂടെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വീണ്ടും സന്തോഷത്തോടെ അത് സ്വീകരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്കിറങ്ങി വീണ്ടും സമൂഹത്തെ യുദ്ധ സമ്പത്ത് നൽകുന്നതിന് പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ആ സദസ്സിൽ നിന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റെന്ന് പറഞ്ഞു: യാ റസൂലല്ലാഹ്, എൻ്റെ അടുത്ത് മറ്റൊരു 100 ഒട്ടകങ്ങളും അതിൻ്റെ ജീനികളും യാത്രക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു അങ്ങേക്ക്. വലിയ സന്തോഷത്തോടുകൂടെ ഉസ്മാനരെ പ്രശംസിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞു: ഉസ്മാൻ, ഈ ഒരു സംഭവത്തിന് ശേഷം താങ്കൾ ചെയ്യുന്ന ഒരു കാര്യവും അങ്ങയെ ദോഷകരമായി ബാധിക്കില്ല എന്ന്. അത്രമാത്രം ഹബീബിൻ്റെ മനം നിറഞ്ഞ നിർണായകമായൊരു മുഹൂർത്തമായിരുന്നു തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ സേവനം. ആ സദസ്സിൽ നിന്ന്, പ്രസംഗപീഠത്തിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേഗം വീട്ടിലേക്ക് ചെന്ന് നേരത്തെ പറഞ്ഞ ഒട്ടകങ്ങളും ജീനികളും യാത്രാ സാമഗ്രികളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുത്തയച്ചു. കൂട്ടത്തിൽ 1000 ദീനാർ സ്വർണവും കൊടുത്തയച്ചു. ആ 1000 ദീനാർ സ്വർണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് ചൊരിയപ്പെട്ടപ്പോൾ അവിടുന്ന് സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു: ഉസ്മാൻ, താങ്കൾ രഹസ്യമായതും പരസ്യമായതുമെല്ലാം അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ. താങ്കൾക്ക് സംഭവിച്ചു പോയതും ഇനി സംഭവിക്കാനുള്ളതുമായ സർവം അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ. താങ്കളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സെക്കൻഡ് വരെ മനം നിറഞ്ഞ ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു അത്. അത്രമാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഓരോ നിർണായക ഘട്ടങ്ങളിലും സഹായഹസ്തവുമായി എപ്പോഴും അരികത്തുണ്ടായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങുകയും കൃഷികളൊക്കെ നശിച്ചു പോവുകയും ചെയ്ത വല്ലാത്ത വരൾച്ച നേരിട്ട ആമുർ റമാദ ചാരവർഷം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ഘട്ടം നടക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ ചില ആളുകൾ ഖലീഫയുടെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു: യാ അമീർ അൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നില്ല, ഭൂമിയിൽ നിന്ന് ഒന്നും മുളച്ചു പൊന്തുന്നില്ല, കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സമൂഹം. നമ്മൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇന്നത്തെ ദിവസം സന്ധ്യ മയങ്ങുന്നതിൻ്റെ മുമ്പേ എന്തെങ്കിലും ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പകൽ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത അവർ കേട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വലിയ കച്ചവട സംഘം ഷാമിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് പുലരുമ്പോഴേക്കും മദീനയിൽ എത്തിച്ചേരുമെന്ന വല്ലാത്ത ഒരു സന്തോഷ വാർത്ത. ധാരാളം ഭക്ഷണ ധാന്യ വിഭവങ്ങളുമായിട്ടാണ് ആ സംഘം വരിക. പട്ടിണിയുടെ വറുതിയുടെ കാലഘട്ടത്തിന് അവസാനമായിരിക്കുന്നു. പ്രഭാത നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിനോട് ചേർന്ന് യാത്ര അവസാനിപ്പിച്ച ആ വലിയ സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന അത്രയും ധാന്യങ്ങളും അതുപോലെ ഉണക്കമുന്തിരിയും റൊട്ടിയും എല്ലാം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്ത് ഇറങ്ങിയ ആ ഒട്ടകങ്ങളിൽ നിന്ന് ചരക്കുകൾ താഴേക്കിറക്കി വെച്ച് അതിൻ്റെ അടുത്ത് ഓരോരുത്തരായി മാറി മാറി അതിനെ നോക്കി നിൽക്കുമ്പോൾ ചില കച്ചവടക്കാർ വന്ന് പറഞ്ഞു: യാ അബൂ അംർ, താങ്കൾ ഈ കച്ചവട ചരക്കുകൾ മുഴുവനും ഞങ്ങൾക്ക് തരിക, മാന്യമായ വില നിങ്ങൾക്ക് തരാം. ഒരു കച്ചവടം അവിടെ നടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഓക്കെ, ശരി, ഞാൻ നിങ്ങൾക്കത് വിൽക്കാം. പക്ഷേ എത്രയാണ് നിങ്ങളതിന് സമ്പത്ത് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു: 1 ദിർഹമിൻ്റെ ചരക്കിന് 2 ദിർഹം വീതം ഞങ്ങൾ തരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അത് വളരെ ചെറുതാണല്ലോ, ഇതിനേക്കാളും വലിയ വില ഇതിന് ഓൾറെഡി പറയപ്പെട്ടിട്ടുണ്ട്. കച്ചവടക്കാർ വീണ്ടും വില കൂട്ടി പറഞ്ഞു. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയും: ഇതിനേക്കാളും വലിയ വില അതിന് പറയപ്പെട്ടിട്ടുണ്ട്. വീണ്ടും കൂട്ടി പറഞ്ഞു. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയും: അതിനേക്കാളും വലിയ വില ഇതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ആയപ്പോൾ കച്ചവടക്കാർ പറഞ്ഞു: ഓ അബൂ അംർ, മദീനയിൽ ഞങ്ങളല്ലാത്ത മറ്റ് കച്ചവടക്കാരൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ കൂടാതെ മുമ്പ് ആരും നിങ്ങളുടെ അടുത്ത് ഈ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഇന്ന് വന്നിട്ടുമില്ല. പിന്നെ ആരാണ് ഇതിനേക്കാളും വലിയ വില പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: നിശ്ചയമായും ഓരോ ദിർഹമിനും 10 ഇരട്ടി ലാഭം എൻ്റെ അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവർ പറഞ്ഞു: ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കില്ല. ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സമൂഹത്തെ നോക്കി പറഞ്ഞു: നിശ്ചയമായും അള്ളാഹുവാണേ സത്യം, അള്ളാഹിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ ഈ കൊണ്ടുവന്ന 100 ഒട്ടകങ്ങളുടെ പുറത്തുള്ള സർവ്വധാന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും എണ്ണയും ഗോതമ്പും എല്ലാം സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഫ്രീ ആയി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരാളിൽ നിന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1 ദീനാറും 1 ദിർഹമും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമൂഹത്തോടുള്ള സ്നേഹം. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും അതിനുശേഷവും തുടർന്നുകൊണ്ടേയിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയായി ഭരണമേറ്റെടുത്തതിന് ശേഷം അൽമീനിയയും കാക്കസസും അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ, പട്ടണങ്ങൾ, പ്രദേശങ്ങൾ പിടിച്ചടക്കുവാൻ സൈനികർക്ക് സാധിക്കുകയുണ്ടായി. വലിയ രീതിയിൽ അളവറ്റ സമ്പത്തും സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ കാലഘട്ടമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടം. ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളുമായി അല്ലലില്ലാതെയുള്ള ജീവിതമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്കുണ്ടായിരുന്ന നേട്ടങ്ങളും അഭിവൃദ്ധിയെക്കുറിച്ച് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരമാണ്: ഓ ജനങ്ങളെ, നിങ്ങൾക്കുള്ള വിഹിതത്തിൽ നിന്ന് വേണ്ടത്രയും നിങ്ങൾ എടുത്തുകൊള്ളുക. അവർക്ക് ആവശ്യമായ സമ്പത്ത് അത്രയും, ആവശ്യമുള്ള കാര്യങ്ങൾ അത്രയും എടുക്കാൻ വേണ്ടി ഭരണകൂട ഉദ്യോഗസ്ഥൻ ജനങ്ങളെ ക്ഷണിക്കുകയാണ്. വീണ്ടും ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നു: നിങ്ങൾക്ക് ആവശ്യമായ ജീവനാംശം കൈപ്പറ്റാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിക്കുന്നു. ജനങ്ങൾ ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ടുപോകും. വീണ്ടും അതേ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയും:
ജനങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ എടുക്കുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ജനങ്ങൾ വന്ന് അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ എടുക്കും. ഉദ്യോഗസ്ഥൻ വീണ്ടും വിളിക്കും, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് വേണ്ടി അതില്ലാത്തവർ വന്ന് എടുത്തുകൊള്ളുക. കുറേ ആളുകൾ വന്ന് അതെല്ലാം എടുത്തു കൊണ്ടുപോകും. പിന്നീട് ഇങ്ങനെ വിളിച്ച് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള തേനും നെയ്യും എല്ലാം റെഡിയാണ്. അപ്പോൾ ജനങ്ങൾ വന്ന് അതും കൊണ്ടുപോകും. അത്രമാത്രം അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അത്. എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ പരസ്പരം ഐക്യത്തോടെ സംഘർഷങ്ങളില്ലാത്ത രീതിയിൽ സമാശ്വാസത്തിൽ സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ചില ആളുകൾ ഈ പ്രത്യേകമായ ഐശ്വര്യത്താൽ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരും ചിലർ സത്യനിഷേധത്തിലേക്ക് വരെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. ധൂർത്തടിച്ച് സമ്പത്ത് ധാരാളം കിട്ടിയപ്പോൾ അതെല്ലാം തന്ന റബ്ബിനെ മറന്ന് സ്വന്തം സുഖത്തിലേക്ക് മാറിപ്പോയ ഒരു ജനത ആ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ഉണ്ടായിത്തീർന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ദൂരെയുള്ള ചില ഗോത്രങ്ങളെ സംഘടിപ്പിച്ച് വന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഉപരോധിക്കുന്ന, ആ വീട് വളഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ വലിയൊരു സംഖ്യ ജൂതന് കൊടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം പണം കൊടുത്ത് വാങ്ങിയ ബിഉർ റൂമ, ആ കിണർ ഉപരോധിക്കുന്നതിൽ നിന്ന് പോലും ഈ ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു. ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് വരാൻ പോലും ആ സമയത്ത് ആ തെമ്മാടിക്കൂട്ടങ്ങളായ ശത്രുക്കൾ സമ്മതിച്ചില്ല. ഈ ഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംരക്ഷിക്കുവാനും ഉപരോധം ഏർപ്പെടുത്തിയവരോട് സംഘർഷത്തിൽ ഏർപ്പെടുത്തുവാനും അവരെ പിന്തിരിപ്പിക്കുവാനും വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാരും സ്വഹാബികളും അണിനിരന്നു. ആ കൂട്ടത്തിൽ പ്രമുഖരായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങി 700ഓളം പ്രവാചക ശിഷ്യന്മാരായ സ്വഹാബികളുടെ നേതൃത്വത്തിലായിരുന്നു ആ സംഘം ആ ഉപരോധത്തെ നേരിടാൻ വേണ്ടി അണിനിരന്നത്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. തനിക്ക് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി സ്വഹാബികൾ ഇവിടെ അണിനിരന്ന് ഈ ശത്രു സംഘത്തോട് ഏറ്റുമുട്ടിയാൽ ഈ മണ്ണിൽ വീണ്ടും രക്തം ചിന്തും. എൻ്റെ പേരിൽ ഒരിക്കലും രക്തം ചിന്തരുത്. ഞാൻ വധിക്കപ്പെട്ടിട്ടാണെങ്കിലും രക്തം ചിന്തുന്നത് ഒഴിവാക്കണമെന്ന തീവ്രമായ ചിന്തയിലായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തൻ്റെ മരണം അക്രമികളുടെ കൈകളാൽ ഏത് നിമിഷവും സംഭവിക്കാമെന്ന ചിന്തകൾക്കിടയിലും മുസ്ലിമീങ്ങൾക്ക് ഒരു തുള്ളി രക്തം പോലും ചിന്തുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന അതിതീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് മഹാനവറുകൾ ഉറച്ച പ്രഖ്യാപനം നടത്തി. എൻ്റെ സംരക്ഷണത്തിന് വന്ന ആളുകൾ മുഴുവനും അവരുടെ കൈകൾ അടക്കി വെക്കട്ടെ എന്ന് ഞാൻ നിർബന്ധപൂർവ്വം കൽപ്പിക്കുന്നു. തൻ്റെ കീഴിലുള്ള അടിമകളോട് മഹാനവറുകൾ ഈ പ്രകാരമാണ് പറഞ്ഞത്: നിങ്ങളിൽ നിങ്ങളുടെ വാൾ ഉറയിൽ തന്നെ ഇട്ട് വെക്കുന്ന ആളുകൾ സ്വതന്ത്രരായിരിക്കും. അവരെല്ലാവരും വാളെടുത്ത് വാളിൻ്റെ ഉറയിൽ തന്നെ ഇട്ടു. അതൊരു കൽപ്പനയായിരുന്നു. അങ്ങനെ ശത്രുക്കൾ വളഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ മഹാനവറുകൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ സയ്യിദുൽ വജൂദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മഹാനരായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒന്നിച്ചാണ് ഉള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഒന്നിച്ച് നോമ്പ് തുറക്കാം. അപ്പോൾ സന്തോഷത്തോടുകൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ടുണ്ട്, തൻ്റെ അന്ത്യം അടുത്തിട്ടുണ്ട്. തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പനുഷ്ഠിക്കുകയും നല്ല വീതിയുള്ള വസ്ത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അത് ധരിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യാനുള്ള കാരണം ശത്രുക്കൾ തന്നെ വെട്ടിക്കൊല്ലുമ്പോൾ ആക്രമിക്കുന്ന സമയത്ത് തൻ്റെ ഔറത്ത് ഇറുകിയ വസ്ത്രമാണെങ്കിൽ ഒരുപക്ഷെ പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി വിശാലമായ വസ്ത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് മഹാനവറുകൾ അത് ധരിച്ച് മരണത്തെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ദുൽഹിജ്ജ 18 പകൽ സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സർവം സമർപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട 2 മക്കളുടെ ഭർത്താവായ ഇരട്ടപ്രകാശമെന്ന് ചരിത്രം വിളിച്ച മഹാനരായ 3ാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായി അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്. ശത്രുക്കളാൽ വധിക്കപ്പെടുന്ന സമയത്ത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നോമ്പ് നോറ്റ് അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
പറഞ്ഞ വിശുദ്ധമായ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ നോമ്പുകാരനായി ഈ ലോകത്തു നിന്ന് അവർ യാത്രയായി. ദീനിനു വേണ്ടി സർവം സമർപ്പിച്ച ത്യാഗോജ്വലമായ ഹബീബിനെ വിസ്മയിപ്പിച്ച ഉദാര മനസ്കതയുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു മഹാനവറുകളെ സ്വർഗത്തിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് കാണുവാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.